പറഞ്ഞ ഗെറ്റപ്പിൽ ജോഡിയായി റാംവാക്ക് ചെയ്യണം, പെർഫോമൻസ് ചെയ്യണം. മികച്ച വേഷത്തിനും പെർഫോമൻസിനുമാണ് സമ്മാനമെന്ന് ആങ്കർ പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട് 45 മിനിറ്റ് നേരമേയുള്ളൂ സമയം, അതിനുള്ളിൽ ഒരുങ്ങി വന്ന് പെർഫോമൻസും റാംവാക്കും ചെയ്യണമെന്ന് ആങ്കർ പറയാണ്. അങ്ങനെ എല്ലാവരെയും പറഞ്ഞു വിടാണ്. അങ്ങനെ അർജുനെയും മീനുവിനെയും കാണിക്കുന്നു. അർജുൻ മീനുവിന് ഇതാ നിന്റെ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞ് മീനുവിന് കൊടുക്കുകയാണ്. അപ്പം മീനു ചോദിക്കുന്നുണ്ട്, അർജുനേട്ടൻ എന്താ എന്നെ റാണിയായി കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ അർജുൻ പറയുന്നുണ്ട്, അത് പിന്നെ നീ എൻ്റെ റാണി തന്നെയാണ്, അതുകൊണ്ട് നിന്നെ ആ വേഷത്തിൽ കാണാൻ വേണ്ടി എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, അതാ ഞാൻ പറഞ്ഞതെന്ന് അർജുൻ പറയാണ്. അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നെ ബാഹുബലി പോലെ ഒരു രാജാവിനെ പോലെ കാണണമെന്ന് പറഞ്ഞത് എന്ന് പറയാണ്. അപ്പം നമ്മുടെ മീനു പറയുന്നുണ്ട്, നിങ്ങളാണ് എൻ്റെ എല്ലാം, മാത്രമല്ല എൻ്റെ സന്തോഷവും സങ്കടവും ഒക്കെ ഞാൻ പങ്കുവെക്കുന്നത് നിങ്ങളോടല്ലേ, എന്നെ പൊന്നുപോലെ നോക്കുന്നത് നിങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് രാജാവാണ്, അതുകൊണ്ട് രാജാവിനെ പോലെ എനിക്ക് കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ അർജുൻ പറയുന്നുണ്ട്, നമുക്കിന്നാ ഒരുങ്ങിയാലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഒരുങ്ങാൻ വേണ്ടി പോവാണ്. ഇതേ സമയം അപ്പുറത്ത് ഗൗതവും അഖിലയും കാണിക്കുന്നത് ഗൗതമിനെയും അതുപോലെ അഖിലയുമാണ്. രണ്ടുപേരും കീരിയും പാമ്പും ആണല്ലോ, അതുകൊണ്ട് തന്നെ അഖില പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പണി നിങ്ങൾ പ്രതീക്ഷിച്ച് കാണില്ല അല്ലേ, നടക്ക് നമുക്കങ്ങ് ഒരുങ്ങാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുങ്ങുന്നുണ്ട്. അതുപോലെ ബാക്കി കണ്ടസ്റ്റൻസ് ഒക്കെ അവിടെ ഇരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അർജുനും മീനുവും കൂടെ ഒരുങ്ങാണ്. അർജുൻ മീനുവിന് കമ്മലും മാലയും ഒക്കെ ധരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് അർജുനെ മീനുവും ഒരുക്കുന്നുണ്ട്. ശേഷം പിന്നീടാണ് കാഴ്ചകൾ നമ്മുടെ ഗൗതമും അഖിലയും ഒരുങ്ങുന്നതാണ്. കുറവനും കുറത്തിയായിട്ടാണ് കേട്ടോ നമ്മുടെ ഗൗതമിനും അഖിലയ്ക്കും ഒരുങ്ങേണ്ടത്. അങ്ങനെ നമ്മുടെ ഗൗതം പറയുന്നുണ്ട്, നിനക്ക് ഞാൻ മേക്കപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കരി എടുത്ത് മുഖത്ത് തേക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം കരി തേക്കാണ്, കറുത്ത കളറാണ്. മതി ഗൗതം മതി എന്നൊക്കെ അഖില പറയുന്നുണ്ട്. എന്നാലും മുഖത്ത് മൊത്തം കരി തേച്ച് മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് വീണ്ടും കാണിക്കുന്നത് നമ്മുടെ അർജുനും മീനുവും ഒരുങ്ങുന്നതാണ്. അങ്ങനെ അർജുനും മീനുവും ഒരുങ്ങുന്നത് രാജാവും റാണിയായിട്ടാണ്. ബാഹുബലിയിലെ ആ ഒരു സോങ് വെച്ചിട്ടാണ് അവർ പെർഫോമൻസ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും പരസ്പരം ഒരുങ്ങാണ്. അവസാനം അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഏകദേശം 10 മിനിറ്റ് കൂടിയേ ഉള്ളൂ, ഒരുങ്ങിയവരെല്ലാവരും സ്റ്റേജിലോട്ട് വരിക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അഖില പറയുന്നുണ്ട്, ഇനി ഞാൻ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൗതമിൻ്റെ മുഖത്തും ഇതേപോലെ കരി തേക്കുന്നുണ്ട്. എനിക്കതിന് മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് ഗൗതം പറയുന്നുണ്ട്. അതൊന്നും പറ്റില്ല, കുറവനല്ലേ, ഞാൻ ഒരുക്കി തരാമെന്ന് പറഞ്ഞ് നമ്മുടെ അഖില നല്ലപോലെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു മാലയൊക്കെ കെട്ടിക്കൊടുത്ത് ഒരു മൂക്കുത്തിയൊക്കെ നമ്മുടെ ഗൗതമിന് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും ഒരുക്കം കഴിഞ്ഞ് സ്റ്റേജിലോട്ട് പോയി കേട്ടോ. അങ്ങനെ ആങ്കർ പറയുന്നുണ്ട്, എല്ലാവരും പറഞ്ഞ സമയത്ത് തന്നെ ഒരുങ്ങി വന്നിട്ടുണ്ട്, ഇനി ഓരോരുത്തരുടെ പെർഫോമൻസ് നമുക്ക് കാണാമെന്ന് പറഞ്ഞ് ഓരോരോ കപ്പിൾസിനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ആദ്യം തന്നെ വിളിക്കുന്നത് ഷമീർ ആൻഡ് ഫാത്തിമ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വന്ന് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. 6 കപ്പിൾസാണ് ഇതിലുള്ളത്. അങ്ങനെ 4 പേരുടെയും പെർഫോമൻസ് കഴിയാണ്. അതിനുശേഷം 5ാമത്തെ കപ്പിൾസായി വരുന്നത് ഗൗതമും അഖിലയുമാണ്. ഗൗതമിൻ്റെയും അഖിലയുടെയും പെർഫോമൻസ് സൂപ്പറായിരുന്നു കേട്ടോ. റാംവാക്കായാലും ഡാൻസ് ആയാലും അടിപൊളിയായിരുന്നു. അപ്പോൾ അതുപോലെ അവരുടെ പെർഫോമൻസൊക്കെ കഴിഞ്ഞ് ശേഷം നമ്മുടെ ആങ്കർ പറയുന്നുണ്ട്, നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു, അത്രയും നല്ല പെർഫോമൻസ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ലാസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള അർജുനെയും മീനുവിനെയും വിളിക്കുകയാണ്. അങ്ങനെ അവർ രാജാവും റാണിയും ഒക്കെ ആയി നല്ല രീതിയിൽ തന്നെ അവരും പെർഫോമൻസ് ചെയ്തു കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഗൗതമിനെയും അതേപോലെ അഖിലയെയും ആണ് കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും പെർഫോമൻസൊക്കെ കഴിഞ്ഞ് എല്ലാ കപ്പിൾസിനെയും സ്റ്റേജിലോട്ട് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ സ്റ്റേജിലോട്ട് വിളിച്ചിട്ട് നമ്മുടെ ആങ്കർ പറയുന്നുണ്ട്, ഈ പേപ്പറിൽ ഒരാളുടെ പേരുണ്ട്, ഇതിൻ്റെ വിജയുടെ പേരാണ്, അതെനിക്ക് ജഡ്ജസ് മുൻപേ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയൂ, ആരായിരിക്കും ഇതിൽ വിജയി ആയിരിക്കാനുള്ള സാധ്യത എന്ന് അവിടെ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുകയാണ്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ഗൗതം ആൻഡ് അഖില എന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാർ പറയുന്നുണ്ട് കാർത്തിക് ആൻഡ് സാൻഡ്ര, അതുപോലെ അർജുൻ ആൻഡ് മീനു എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. മതി മതി മതി, ഇനി ഞാൻ തന്നെ പറയാമെന്ന് ആങ്കർ പറയുന്നുണ്ട്. അങ്ങനെ റിസൾട്ടിന് വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ആരായിരിക്കും ജയിക്കുക എന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.